വളരെ വിലപ്പെട്ട സന്ദർഭത്തെ അതിൻ്റെ ഗൗരവത്തിൽ, അതിൻ്റെ പ്രാധാന്യത്തിൽ ഞാൻ കാണുന്ന ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തിരുവചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആധാരമായ ഒരു വേദഭാഗം നമുക്ക് തിരുവചനത്തിൽ നിന്ന് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം, അതിൻ്റെ 1, 2, 3, 4 വാക്യങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ്. മൈക്കുണ്ടെങ്കിലൊന്ന് വായിക്കാൻ പറ്റുമില്ലെങ്കിൽ ഓക്കെ, ഞാൻ വായിക്കാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഇന്ന് രാത്രിയിൽ എൻ്റെ സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? കഴിഞ്ഞ ദിവസം ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടായ യുദ്ധം, ആക്രമണങ്ങൾ ലോകത്തെ മുഴുവനും ഒരുപക്ഷെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. മുമ്പോട്ട് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനാവാത്ത വിധം വല്ലാത്തൊരു സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് ബന്ധപ്പെട്ട 2 രാജ്യങ്ങളും ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ആശങ്കകളുണ്ടാകും. പ്രത്യേകിച്ച് ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമൊക്കെ ഉണ്ടാകും. സമകാലിക സംഭവമായതുകൊണ്ട് 1-2 വാക്കുകൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഫ്രെഡറിക് ചക്രവർത്തി തൻ്റെ സർവ്വസൈന്യാധിപനായ വ്യക്തിയോട് ചോദിച്ചു, വിശുദ്ധ ബൈബിൾ സത്യമാണ് എങ്കിൽ അതിന് ഒറ്റ വാക്കിൽ ഒരു ഉത്തരം നൽകാമോ? വിശുദ്ധ ബൈബിൾ സത്യമാണെങ്കിൽ അതിനൊറ്റ വാക്കിൽ ഉത്തരം നൽകാമോ എന്ന് ചോദിച്ചപ്പോൾ ബുദ്ധിമാനായ സൈന്യാധിപൻ നൽകിയ മറുപടി ഇസ്രായേൽ എന്നായിരുന്നു. ഇസ്രായേൽ എന്ന ഒറ്റ പദം കൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിന്റെ സത്യസന്ധത ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകം, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ജനതയിലൂടെ ഇടപെടുന്ന, ലോകത്തോട് ഇടപെടുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽ ദൈവത്തിന്റെ കടികാരത്തിന്റെ മെയിൻ സൂചിയാണെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ ലോകത്തെ സുവിശേഷീകരിക്കാൻ ദൈവം ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമാണ് ഇസ്രായേൽ, അല്ലെങ്കിൽ യഹൂദൻ എന്ന് പറയുന്നത്. ആ സമൂഹത്തിലൂടെയാണ് ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത്. യഹൂദ ജനം, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ 2 ജില്ലകളുടെ മാത്രം വലിപ്പമുള്ള ഒരു കൊച്ചു രാജ്യമാണ്. വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു വിഭാഗം. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നൊബേൽ സമ്മാനങ്ങൾ നേടിയിട്ടുള്ളത് ആ ന്യൂനപക്ഷമാണ്. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളുമായി താരതമ്യം ചെയ്താൽ യഹൂദൻ, ഇസ്രായേല് സംഖ്യയിൽ ഒന്നുമല്ല. പലരുമായി താരതമ്യം ചെയ്തതിന് ക്രൈസ്തവരോട് താരതമ്യം ചെയ്താൽ പോലും വട്ടപൂജ്യം എന്ന് വേണമെങ്കിൽ പറയാം, സംഖ്യ കൊണ്ട് കണക്കിട്ടാൽ. പക്ഷേ അവരെ ദൈവം ഈ ലോകത്ത് നിർത്തിയിരിക്കുകയാണ്, ജീവിക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. അവരെ പറ്റിയുള്ള ദൈവത്തിന്റെ ഭാവി പദ്ധതികളെ പറ്റി വളരെ വ്യക്തമായും വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 28:64 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഇസ്രായേലിനോട് ദൈവം നൽകുന്ന ഒരു പ്രവചന പ്രഖ്യാപനമാണ്. ഞാൻ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിക്കും. അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവയായി മരവും കല്ലും കൊണ്ടുള്ള അന്യ ദൈവങ്ങളെ നീ സേവിക്കും. ഇത് ദൈവം ഇസ്രായേലിലേക്ക് നൽകിയ ഒരു പ്രവചന പ്രഖ്യാപനമാണ്. ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവർ ചിതറിപ്പിക്കപ്പെടുമെന്നുള്ളത്
കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ദൈവത്തിന്റെ ഇടപെടൽ പ്രവചനപരമായ പ്രഖ്യാപനമായി അവരിലേക്ക് ഉണ്ടായി. അത് ലേവ്യ പുസ്തകം 26-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിലാണ്. അവർ ശത്രുക്കളുടെ രാജ്യത്തായിരിക്കുമ്പോൾ ഞാൻ അവരെ നിർമൂലമാക്കി കളയുകയില്ല, ഞാൻ അവരെ വിട്ടുപോകുമാറാക്കിയ സ്ഥാനത്തേക്ക് രാജ്യത്തേക്ക് മടക്കി വരുത്തും. തീർന്നില്ല. യിരെമ്യാ പ്രവചനം 29:14 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും, ഞാൻ അവരോട് കരുണ കാണിക്കും, വിട്ടുപോകുമാറാക്കിയ സ്ഥാനത്ത് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരുമെന്ന് വീണ്ടും ദൈവത്തിന്റെ അരുളപ്പാട്. സഖരിയ പ്രവചനം 12:2 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ യെരൂശലേമിലെ ചുറ്റുമുള്ള സകല ജാതികൾക്കും പരിഭ്രമപാത്രമാക്കും, അവരെ തൊടുന്നവൻ മുറിവേൽക്കും, അവർക്കെതിരായി നിൽക്കുന്നവർ വളരെയധികം ക്രൂരമായി കഷ്ടത അനുഭവിക്കേണ്ടി വരും. ഇത്ര ചരിത്രപരമായ സത്യങ്ങൾ ഇസ്രായേലിനെ പറ്റി കാലങ്ങൾക്ക് മുമ്പ് 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു. യാതൊരു വിധമായ പരിഗണനയും ഇല്ലാതെ ഒരു കാലത്ത്, എന്തിന് 2ാം ലോകമഹായുദ്ധം നടക്കുന്ന കാലത്ത് പോലും ജർമ്മനി ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ വേട്ടപ്പട്ടിയെ ഓടിക്കുന്നത് പോലെ ഓടിച്ചിട്ട് തല്ലിയ ഇസ്രായേലിന്റെ ജീവിത അനുഭവങ്ങളെ പറ്റി ഒരുപക്ഷെ നമുക്കറിയാം. ഒരു പ്രത്യേകതരം മെഷീനിലൂടെ കടത്തിവിട്ട് ഒറ്റയടിക്ക് 60 ലക്ഷം യഹൂദന്മാരെ ഹിറ്റ്ലർ കൊന്നുകളഞ്ഞതാണ്. വളരെ മൃഗീയമായ നിലയിൽ, ക്രൂരമായ നിലയിൽ അവരെ ഉന്മൂലനാശം ചെയ്യാൻ തക്ക വിധമുള്ള പ്രതിസന്ധികൾ അവർക്കെതിരെ ഉണ്ടായിട്ടും അവർ നശിച്ചു പോകാതെ ഇന്നും നിലനിൽക്കുന്നതിന്റെ കാരണം അവരുടെ മേലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്രായേൽ എന്ന് പറയുന്ന സമൂഹം എന്നേ തീർന്നു പോകേണ്ടതായിരുന്നു, നശിച്ചു പോകേണ്ടതായിരുന്നു. അവർ മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ട് കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രാമധ്യേ അവരെ നിർമൂലമാക്കി കളയാൻ ഏദോമ്യർ അടക്കമുള്ള അനേകം സമൂഹങ്ങൾ ശ്രമിച്ചു, അനേകം ജാതി സമൂഹങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കാർക്കും അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവർ സുരക്ഷിതമായി കനാൻ നാട്ടിൽ എത്തപ്പെട്ടു. അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ച, നിർമൂലമാക്കാൻ ശ്രമിച്ച ജാതികൾ ഒരുപക്ഷെ ഇന്ന് നമുക്ക് ലോകത്തിൽ തപ്പിയാൽ കണ്ടെത്താൻ സാധ്യമല്ലാത്ത വിധം ഇസ്രായേൽ മക്കളെ കഴിഞ്ഞ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി ദൈവം സംരക്ഷിക്കുന്ന അത്യത്ഭുതകരമായ വിധത്തെപ്പറ്റി ഈ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു. വിശുദ്ധ വേദപുസ്തകം സത്യമാണോ എന്നുള്ളതിന് ഒറ്റ തെളിവ്, ഒറ്റ വാക്കിൽ പറയാമോ എന്ന് ചോദിച്ചാൽ അത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു മാറ്റമില്ലാത്ത വിധം ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ നമുക്ക് അവരുടെ ജീവിതത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കുകയാണ്. എന്നേ നിർമൂലമായി പോകേണ്ട ഇസ്രായേൽ ജാതി, ആ സമൂഹത്തെ ദൈവം ഇന്നും നിലനിർത്തിയിരിക്കുന്നു. കേവലം 2ാം ലോകമഹായുദ്ധ കാലത്ത് പോലും ഒരുപക്ഷെ തീർന്നു പോകേണ്ട അവരാണ്. എസ്തറിന്റെ കാലം നമുക്കറിയാം. അഹസ്വേരോസ് രാജാവിന്റെ കാലത്ത് 127 സംസ്ഥാനങ്ങളിൽ പല മേഖലകളും ചിതറിപ്പാർത്തിരുന്ന യഹൂദന്മാരെ കൊന്നുകളയാനായിട്ട് ചക്രവർത്തിയുടെ അധികാരപത്രവും വാങ്ങി നിന്ന ഹാമാന്റെ പദ്ധതികൾ പൊളിച്ചെഴുതുന്ന ദൈവത്തിന്റെ ഇടപെടൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇസ്രായേലിനെ ചരിത്രപരമായി സംരക്ഷിച്ചു കൊണ്ടുവന്ന് കാലസമ്പൂർണതയിൽ തന്റെ പുത്രനെ ഇസ്രായേലിലൂടെ, യഹൂദ ജനത്തിലൂടെ ലോകത്തിന് സമ്മാനിച്ച്, അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് കാണുമ്പോൾ 2000 വർഷങ്ങൾ ഇന്ന് പിന്നിടുമ്പോഴും ഇസ്രായേൽ ലോകത്തെ വിറപ്പിച്ചു നിൽക്കുന്ന ഒരു ശക്തിയായി നിലകൊള്ളുന്നുണ്ടെങ്കിൽ ഈ വിശുദ്ധ വേദപുസ്തകം സത്യമാണെന്ന് പറയാൻ മറ്റൊരു തെളിവിന്റെ ആവശ്യമില്ല. ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഇന്ന് ബഹുഭൂരിപക്ഷം വരുന്ന ഇസ്രായേൽ ജനത അവർ നിരീശ്വരവാദികളോ ദൈവത്തിൽ വിശ്വസിക്കാത്തവരോ ഒക്കെയാണ്. പക്ഷേ റോമാലേഖനം 11-ാം അധ്യായം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായും ദൈവത്തിന്റെ വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. സമൂഹമായി ദൈവം അവരെ വിളിച്ചു ചേർക്കുന്ന, രക്ഷയിലേക്ക് ദൈവം അവരെ ആനയിക്കുന്ന ഒരു ദിവസത്തെ പറ്റി വളരെ കൃത്യമായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന പ്രിയമുള്ളവരെ, ഇന്നൊരുപക്ഷെ അവർ കർത്താവിനെ കൂടാതെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ലഭിച്ച പഴയ നിയമ പ്രമാണത്തിൽ അവർ മുമ്പോട്ട് പോകുന്നത് ദൈവത്തിന്റെ 2 കൂട്ടം ആളുകൾ ഈ ലോകത്തിലുണ്ടെന്ന്. സത്യദൈവത്തിന്റെ 2 കൂട്ടം ആളുകൾ, ഒന്ന് യഹൂദനാണെങ്കിൽ മറ്റൊന്ന് ദൈവത്തിന്റെ സഭയാണ്. യഹൂദന്റെ കയ്യിൽ ദൈവം വാൾ കൊടുത്തിട്ടുണ്ട്. അവനോട് പറഞ്ഞു, വാളെടുത്ത് സംഹരിക്കുക. പഴയ നിയമത്തിലാണ്. കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് തന്റെ സഭ എന്ന് പറയുന്ന നിത്യപദ്ധതിക്ക് ആരംഭം കുറിച്ചപ്പോൾ യഹൂദനടക്കമുള്ള സകല മനുഷ്യർക്കും ഈ സഭയ്ക്കകത്തേക്ക് ദൈവം പ്രവേശനം കൊടുത്തതാണ്. പക്ഷേ ആ പ്രവേശനത്തെ തിരിച്ചറിയാതെ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മാഹാത്മ്യത്തെ മനസ്സിലാക്കാൻ പറ്റാതെ, മശിഹയെ തിരിച്ചറിയാതെ ഇന്നും അവർക്ക് ദൈവം കൊടുത്ത ആ പഴയ നിയമ പ്രമാണത്തിനോട് മുമ്പോട്ട് പോവുകയാണ്. വാളെടുത്ത് സംഹരിക്കുക എന്നുള്ളതാണ്. നിർമൂലമാക്കി കളയുക. തങ്ങളെ നിഗ്രഹിക്കാൻ വരുന്നവരെ, തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വരുന്നവരെ, തങ്ങൾക്കെതിരായി നിൽക്കുന്നവരെ നിർമൂലമാക്കാനുള്ള അന്നത്തെ കാലത്തെ പ്രമാണവും പിടിച്ച് ഇന്നും ഇസ്രായേൽ മുമ്പോട്ട് പോവുകയാണ്. ആ പ്രമാണം മാറി ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രമാണത്തിലേക്ക് വരാൻ അവർക്ക് അവസരം ലഭിച്ചു 2000 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റാതെ ഇന്നും ആ പ്രമാണം പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ വാളെടുത്ത് സംഹരിക്കുന്ന ഒരു വിഭാഗമായി അവർ നിലകൊള്ളുകയാണ്.
നാളെ ദൈവം അവരെ തിരിച്ചു പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ മറുവശത്ത് അത് ന്യൂനപക്ഷമാണെങ്കിൽ, മറുവശത്ത് ക്രൈസ്തവർ എന്ന് പറയുന്ന 800 ചില്ലുവാനം കോടി ജനം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതിൽ 250 കോടിയിലധികം വരുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റുന്ന ഒരു സമൂഹമാണ്. ഒരു മൂളൽ കൊണ്ടെങ്കിലും, ഒരു സൂചന കൊണ്ടെങ്കിലും, ഒരു അടയാളം കൊണ്ടെങ്കിലും, ഒരു ആഗ്യം കൊണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ചെയ്യാൻ ക്രൈസ്തവർക്ക് ക്രിസ്തു ഒരു നിയോഗം കൊടുത്തിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ലോകത്ത് നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റുമായിരുന്നില്ല. ഇത്രയും സുരക്ഷിതമായി, ഇത്രയും ഐശ്വര്യമായി ലോകം ഇന്നൊരു പക്ഷെ നിലനിൽക്കത്തില്ലായിരുന്നു. ആക്രമിക്കാൻ അനുവാദം കൊടുത്തിരുന്നുവെങ്കിൽ സഭയോട് ക്രിസ്തു പറഞ്ഞു, വാൾ ഉറയിലിടുക, പഴയ നിയമത്തിൽ വാളെടുത്ത് സംഹരിക്കുക എന്ന് പറഞ്ഞൊരു വിഭാഗം ക്രിസ്തുവിനെ തിരിച്ചറിയാതെ ആ പ്രമാണവുമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു സമൂഹം, ദൈവത്തിന്റെ ഭൂരിപക്ഷം വരുന്നൊരു സമൂഹം ഈ ലോകത്ത് വാൾ ഉറയിലിട്ടുകൊണ്ട് സമാധാനത്തിന്റെ സന്ദേശവാഹകരായി, സ്നേഹത്തിന്റെ സന്ദേശവാഹകരായി ഈ ലോകത്ത് നിലകൊള്ളുകയാണ്. ഈ ലോകത്തിന്റെ തത്വത്തിന് വിരുദ്ധമായി, ഈ ലോകത്തിന്റെ ബുദ്ധിക്കും ജ്ഞാനത്തിന് വിരുദ്ധമായി, ഈ ലോകത്തിന്റെ ബലത്തിന് വിരുദ്ധമായി, എന്തെങ്കിലും ഉണ്ടെന്ന് അഭിമാനിക്കുന്ന പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമായി ദൈവത്തിന്റെ ഇടപെടലുകളെ നമ്മൾ തിരിച്ചറിയുകയാണ്. ഭൂരിപക്ഷത്തിനല്ലേ ശക്തി കൂടുതൽ, ഭൂരിപക്ഷത്തിനല്ലേ ബലം കൂടുതൽ. ഭൂരിപക്ഷത്തോട് പറഞ്ഞു വാൾ ഉറയിലിടുക, ന്യൂനപക്ഷത്തോട് ഇന്നലകളിൽ പറഞ്ഞതാണ്, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ പറഞ്ഞതാണ്. അപ്പൊ ദൈവം എത്രത്തോളം മനോഹരമായിട്ടാണ് ദൈവത്തിന്റെ ഇടപെടലുകൾ ഈ ലോകത്ത് നടത്തുന്നത്. ദൈവത്തിന്റെ നിത്യ രക്ഷാ പദ്ധതി ക്രിസ്തുവിലൂടെ ദൈവം ലോകത്ത് എത്ര മനോഹരമായിട്ടാണ് വെളിപ്പെടുത്തി തന്നത്. ഞാനത് പറയാൻ കാരണം, ഇസ്രായേലിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ആശങ്കകളുണ്ട്. വിവിധങ്ങളായ പാർട്ടികളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവരൊക്കെയാണ് പെന്തക്കോസ്തുകാരടക്കം പലരും. അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ പാർട്ടികളുടെ അഭിപ്രായങ്ങളൊക്കെ പലപ്പോഴും നമ്മെ സ്വാധീനിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ വേദപുസ്തകമാണ് നമുക്ക് ആധാരമാകേണ്ടത്. നമ്മൾ ഉൾപ്പെടെ നിൽക്കുന്ന പല വിഭാഗങ്ങൾ, സമൂഹങ്ങളൊക്കെ ഉണ്ടാകും. അതിനൊക്കെ അപ്പുറത്ത് വിശുദ്ധ വേദപുസ്തകം നമ്മോട് എന്ത് പറയുന്നു എന്നുള്ളതായിരിക്കണം നമ്മുടെ ആപ്തവാക്യം. അതിന് അനുസൃതമായി ആയിരിക്കണം നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. ഇത്രയും ഞാൻ പറഞ്ഞതിന്റെ കാരണം, യുദ്ധങ്ങളും യുദ്ധശ്രുതികളെ പറ്റി നിങ്ങൾ കേൾക്കുമെന്ന് ക്രിസ്തു പറഞ്ഞു. നമ്മളിപ്പോൾ കേൾക്കുന്നതല്ല, ഇതിനപ്പുറവും കേൾക്കും. ദൈവസഭയ്ക്ക് ചെയ്യാനുള്ളത് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്, സ്നേഹം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ശത്രുക്കളെ സ്നേഹിക്കാൻ പ്രമാണം കിട്ടിയ ഒറ്റ വിഭാഗം ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ സഭയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രമാണത്തെ നമുക്ക് മുറുകെ പിടിക്കാം. മറുവശത്ത് യൂദയെ പറ്റി നമ്മൾ വായിക്കുന്നില്ല. യൂദ എന്നൊരു മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം അവൻ ക്രിസ്തുവിനെ ഒറ്റുകൊടുത്തു. ക്രിസ്തു മരിക്കേണ്ടത് ദൈവനിശ്ചയമാണ്. മരിക്കാൻ വേണ്ടിയാ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. പ്രായച്ചിത്ത മരണമായിരുന്നു ക്രിസ്തുവിന്റെ ജനനോദ്ദേശം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി ക്രിസ്തുവിനെ ഒറ്റുകൊടുക്കണമായിരുന്നു. പക്ഷെ അത് യൂദ ആകരുതായിരുന്നു. ക്രിസ്തു ഒരിക്കലും അത് ആഗ്രഹിച്ചില്ല. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ അവനെ ക്രിസ്തു തന്റെ കൂടെ ചേർത്തത്. പ്രിയ ശിഷ്യനായി പണസഞ്ചി കയ്യിൽ കൊടുത്ത് അവനെ കൂടെ കൊണ്ടു നടന്നത് ഒരിക്കലും ക്രിസ്തുവിനെ തെറ്റിദ്ധരിച്ച് ഒറ്റുകൊടുക്കാൻ ഇടയാകാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ യൂദ അത് ചെയ്തു. എന്ന് പറഞ്ഞതുപോലെ ദൈവഹിതം നിറവേറണം. യഹൂദനെ കൊണ്ട് ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എങ്കിലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും. അവിടെ ദൈവഹിതത്തിന് പുറത്തു നിന്നുകൊണ്ട് യഹൂദൻ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇതെല്ലാം ഒരു വശത്ത് ദൈവിക പ്രവചനങ്ങളുടെ സാക്ഷാത്കാരമാണ്. അതൊക്കെ ഒരു വശത്ത് സംഭവിക്കേണ്ടതാണ്. മറുവശത്ത് ദൈവസഭയ്ക്ക് പ്രാർത്ഥിക്കേണ്ടത്, നിലവിളിക്കേണ്ടത് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാണ്. ഭരണാധിപന്മാർ നന്നായി ഭരിക്കാൻ വേണ്ടിയാണ്. സകല മനുഷ്യരും ക്രിസ്തുവിനെ അറിയാൻ വേണ്ടിയാണ്. സകല ശത്രുക്കളും ചിന്നിച്ചിതറി പോകാനല്ല, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർ രക്ഷയിലേക്ക് ആനയിക്കപ്പെടാൻ പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ട സമൂഹമാണ് സഭ. ഞാൻ എൻ്റെ പ്രധാന സന്ദേശത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്ന് ഈ രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്നവർ കഴിഞ്ഞ 2 രാത്രികളിലും വളരെ വിശദമായി സുവിശേഷ സന്ദേശം കേട്ടവരാണ് എന്നെനിക്കറിയാം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ മുന്നറിയിപ്പ് മാത്രമായിട്ട് എൻ്റെ സന്ദേശത്തെ ഞാൻ ഈ രാത്രിയിൽ പരിമിതപ്പെടുത്തുകയാണ്. വിശ്വാസികളോടും വിശ്വാസത്തിൽ വരാത്തവരോടും ഒരുപോലെ സംസാരിക്കുന്ന തിരുവചന ഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും
ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റി ഒഴിയും? എന്താണ് രക്ഷ? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് രക്ഷ. ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് രക്ഷ. പാപത്തിൽ നിന്നുള്ള വിടുതൽ. എന്താണ് പാപം? ആയിരിക്കേണ്ടതുപോലെ ആയിരിക്കാത്ത അവസ്ഥയാണ് പാപം. സൃഷ്ടാവായ ദൈവത്തിന് തന്റെ സൃഷ്ടിയായ മനുഷ്യനെ കുറിച്ച് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ലാക്കുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ആ ലക്ഷ്യം തെറ്റിക്കുന്നതാണ് പാപം. സൃഷ്ടാവിന് സൃഷ്ടിയെ പറ്റിയുള്ള ലാക്ക് തെറ്റിക്കുന്നതാണ് പാപം. മനുഷ്യരെ ഇച്ഛാ സ്വാതന്ത്ര്യത്തോടെ, ചിന്താശേഷിയോടുകൂടെ, ഇച്ഛാശക്തിയോടുകൂടെ ദൈവം സൃഷ്ടിച്ചു. താൻ ചിന്തിക്കുന്നത് എന്തും നടപ്പിലാക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്തുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിലും സകല സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ തനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ദുഷ്ടതയ്ക്ക് മറയാക്കി വിനിയോഗിച്ച് തന്റെ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്തത് മുഖാന്തരം അവൻ പാപിയായി മാറി. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, പാപം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അഹങ്കാരം എന്ന് പറയാം, അഹന്ത എന്ന് പറയാം. മനുഷ്യന് അഹംബോധം ഉണ്ടാകണം, താൻ ആരാണെന്ന ബോധം മനുഷ്യനുണ്ടാകണം. പക്ഷേ അഹംബോധം അഹങ്കാരത്തിലേക്ക് വഴിമാറുമ്പോൾ, മറ്റൊരാളെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ, ഒരു സംവിധാനത്തെ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ, അധികാര കേന്ദ്രങ്ങളെ അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ, ഞാൻ മാത്രമാണ് ശരി എന്ന ചിന്തയിലേക്ക് വരുമ്പോൾ അത് അഹങ്കാരമായി. അതാണ് പാപം. ദൂതൻ പിശാചായി മാറിയതിന്റെ പിന്നിൽ അഹങ്കാരമായിരുന്നു. മനുഷ്യൻ പാപിയായി മാറിയതിന് പിന്നിൽ അഹങ്കാരമായിരുന്നു. തന്നെ സൃഷ്ടിച്ച ദൈവത്തെ പോലെ ആകാൻ ദൂതൻ ആഗ്രഹിച്ചു, തന്നെ സൃഷ്ടിച്ച ദൈവത്തെ പോലെ ആകാൻ മനുഷ്യൻ ആഗ്രഹിച്ചു. ഈ രണ്ട് സൃഷ്ടികളും ദൈവത്തെ പോലെ ആകാൻ ആഗ്രഹിച്ച ആ അഹങ്കാരത്തിലാണ് പാപം ജനിച്ചു വീഴുന്നത്. അപ്പൊ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് രക്ഷ എന്ന് പറയുന്നത്. പാപം ദൈവത്തിൽ നിന്ന് വീണുപോയ മനുഷ്യൻ, ദൈവത്തിന്റെ കരുതലിൽ നിന്ന്, ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന്, ദൈവത്തിന്റെ സംരക്ഷണ വലയത്തിൽ നിന്ന്, ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന്, ലക്ഷ്യത്തിൽ നിന്ന് വീണുപോയ മനുഷ്യൻ പാപിയായി. ഈ പാപിയെ തിരിച്ചു പിടിക്കുന്ന ദൈവത്തിന്റെ പ്രക്രിയയാണ് രക്ഷാപദ്ധതി എന്ന് പറയുന്നത്. തെറ്റിപ്പോയ മനുഷ്യൻ, ലക്ഷ്യം തെറ്റിയ മനുഷ്യൻ വാസ്തവത്തിൽ മൃഗീയനായി മാറുകയായിരുന്നു. മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചത്. നരകം ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയല്ല, പിശാചിനും അവന്റെ കൂട്ടർക്കും വേണ്ടിയാണെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ നല്ലൊരു വിഭാഗം മനുഷ്യർ നരകത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിശാചിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട അഹങ്കാരിയായ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്നരളാൻ മോഹിച്ച ആ പിശാചിന് മാത്രമായി ദൈവമൊരുക്കിയ നരകത്തിലേക്ക് മനുഷ്യൻ അറിയാതെ പിശാചിന്റെ കൂട്ടാളിയായി നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നശിച്ചു പോകുന്ന മനുഷ്യനെ, നരകത്തിലേക്ക് പോകുന്ന മനുഷ്യനെ, പാപിയായ മനുഷ്യനെ തിരിച്ചു പിടിക്കുകയെന്ന ആ ലക്ഷ്യത്തിൽ ദൈവം ക്രിസ്തുവിലൂടെ സാധിച്ചെടുത്ത വലിയ രക്ഷ, ആ രക്ഷാപദ്ധതിയെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചേറ്റുപറയുന്ന മനുഷ്യന് മാനവ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് മനുഷ്യത്വപരമായി ചിന്തിക്കാൻ ദൈവം അവനെ സൃഷ്ടിച്ച ആ മനുഷ്യനായി തന്നെ പെർഫെക്ഷനിലേക്ക് അവന് നടന്നെടുക്കാനായിട്ട് സാധിക്കും. വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മൃഗീയനായ മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനിലേക്ക് വിളിക്കുന്ന ദൈവത്തിന്റെ ആഹ്വാനമാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനിലേക്ക് വിളിക്കുന്ന ദൈവത്തിന്റെ ആഹ്വാനമാണ്. മനുഷ്യത്വം നഷ്ടപ്പെടുത്തി കളഞ്ഞ മൃഗീയ വാസനകളോടുകൂടെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ദുഷ്ടത നിറഞ്ഞ, കഠിനത നിറഞ്ഞ, വഞ്ചന നിറഞ്ഞ, കനിവറ്റവരായ മനുഷ്യരെ തിരിച്ച് മനുഷ്യത്വത്തിലേക്ക് വിളിക്കുന്ന ദൈവത്തിന്റെ ആഹ്വാനമാണ് രക്ഷയിലേക്കുള്ള വിളി എന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിലേക്ക് മടങ്ങി വരിക, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മനുഷ്യനിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ച് കാണിച്ചു. മനുഷ്യൻ എന്താണ്, മനുഷ്യന്റെ സാധ്യത എന്താണ്, മനുഷ്യനെ പറ്റുന്ന ദൈവം വിഭാവനം ചെയ്ത പദ്ധതി എന്താണ്, മനുഷ്യൻ ദൈവസന്നിധിയിൽ ആരാണ്, മനുഷ്യൻ ദൈവത്തിന്റെ മകനാ, മനുഷ്യൻ ദൈവത്തിന്റെ പുത്രനാ, മനുഷ്യർ ദൈവത്തിന്റെ മക്കളാ. പക്ഷെ പാപം ചെയ്തതോടുകൂടി, അഹങ്കാരം അങ്കുരിച്ചതോടുകൂടി മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വീണുപോയി, പിശാചിന്റെ കൂട്ടത്തിലേക്ക് അകപ്പെട്ടു പോയി. അവനെ തിരിച്ച് ദൈവത്തിന്റെ മക്കളാക്കാനുള്ള ദൈവ പദ്ധതിയാണ് ക്രിസ്തുവിലൂടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച രക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ പാപിയായ മനുഷ്യരെ ദൈവമക്കൾ എന്ന് പറയുന്ന പദവിയിലേക്ക് ദൈവം തിരിച്ചു പിടിക്കുകയാണ്. പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, രക്ഷ.
പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. 2, ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് രക്ഷ. എന്താണ് ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ? അത് മനസ്സിലാക്കാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്കൊരു ഭാഗം തന്നിട്ടുണ്ട്. ആദ്യത്തെ 39 പുസ്തകങ്ങൾ പഴയ നിയമം എന്ന് വിശാലമായി വിളിക്കും. ആദ്യത്തെ 5 പുസ്തകങ്ങളിലാണ് ന്യായപ്രമാണത്തിന്റെ കണ്ടന്റ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെയും ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് 10 കൽപ്പനകളാണ്. കൽപ്പനകൾ പ്രമാണിക്കാൻ ദൈവം മനുഷ്യന് കൊടുത്തു. എന്തിനു വേണ്ടിയാ കൊടുത്തത്? മനുഷ്യനെ ദൈവത്തിന് ബോധ്യപ്പെടുത്തണമായിരുന്നു. പാപിയായ മനുഷ്യന് ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് സ്വയം നീതിമാനാകാൻ സാധ്യമല്ല. പാപി എന്ന ലേബലിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രവൃത്തികൾ കൊണ്ട് സാധ്യമല്ലെന്ന് തെളിയിക്കാൻ ദൈവം പഴയ നിയമം മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു, ഇസ്രായേലിന്റെ കയ്യിൽ കൊടുത്തു. അനേക ജാതികൾ അതിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഇസ്രായേൽ മക്കൾ, യഹൂദന്മാർ ന്യായപ്രമാണത്തെ എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് തേൻകട്ട പോലെയാണ്, ഞങ്ങൾക്കിത് അണ്ണാക്കിന് മധുരമാണ്, തേൻ പോലെയാണ്. ഒരുപാട് അവർ അതിനെ അഭിമാനിച്ച് പറഞ്ഞു, പഴയ നിയമത്തിൽ അഭിമാനം കൊണ്ട്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലനോട് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, ജീവിക്കാൻ കഴിയാത്തൊരു പ്രമാണം. ആ പ്രമാണം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ പാപിയാണെന്നാണ്. ആ പ്രമാണം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ വധശിക്ഷ ഏൽക്കേണ്ട പാപിയാണെന്നാണ്. കാരണം എത്ര അനുഷ്ഠിച്ചാലും പഴയ നിയമ പ്രമാണങ്ങളെ അനുഷ്ഠിച്ച് പൂർത്തീകരിക്കാൻ സാധ്യമല്ല. കാരണം പഴയ നിയമം അല്ലെങ്കിൽ ദൈവം നൽകിയ പ്രമാണം അത് ദൈവത്തോളം പൂർണ്ണമാണ്, ദൈവത്തോളം പെർഫെക്റ്റ് ആണ്. ആ പ്രമാണത്തെ പാപിക്കൊരിക്കലും അനുസരിച്ച് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. ആ പ്രമാണം ഒരു വ്യവസ്ഥ വെച്ചു. എന്നെ അനുസരിക്കുന്നവർ എന്നെ പൂർണ്ണമായും അനുസരിക്കണം, 100% അനുസരിക്കണം. ദൈവം 100% വിശുദ്ധനായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പ്രമാണം 100% വിശുദ്ധമാണ്. ദൈവത്തെ അനുസരിക്കുന്നത് ആ പെർഫെക്ഷനിലായിരിക്കണം. ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും പിഴച്ചു, ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി. പഴയ നിയമ ഭക്തന് പറ്റിയ വഞ്ചന, അബദ്ധമെന്ന് പറയുന്നത് അവൻ പ്രമാണം അനുസരിച്ച് നീതീകരിക്കപ്പെടാൻ ശ്രമിച്ചു. സംഭവിച്ചത് 99 വരെ ശരിയാക്കും. 99 വരെ ശരിയായി വരുമ്പോ അവസാനത്തേത് തെറ്റിപ്പോകും, നിലനിൽക്കാൻ പറ്റുന്നില്ല, പരാജയപ്പെട്ടു പോയി. പരാജയപ്പെട്ട മനുഷ്യൻ ഹൃദയത്തിൽ നിന്ന് നിലവിളിച്ചു. ജീവിപ്പിക്കുന്ന ഒരു പ്രമാണം. ഈ പ്രമാണം വായിക്കുന്നതോറും മരണവേദനയാ, ഈ പ്രമാണം വായിക്കുന്നതോറും മരണഭയമാ. അതുകൊണ്ട് പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായും ലേഖനകർത്താവ് എഴുതി വെച്ചു, മരണ ശുശ്രൂഷ. പഴയ നിയമത്തിന് അദ്ദേഹം കൊടുത്ത വിശേഷണമാണ് മരണ ശുശ്രൂഷ. കല്ലിൽ കൊത്തിയ പ്രമാണം, നിലനിൽക്കാത്ത പ്രമാണം, താൽക്കാലികമായ പ്രമാണം. ആ പ്രമാണം വായിച്ചവൻ അതിനകത്തത് ഭയങ്കരമാണെന്ന് ആസ്വദിച്ചുവെങ്കിലും ജീവിക്കാൻ പറ്റിയില്ല. 99 ശരിയായി വരുമ്പോൾ അടുത്ത അവസാനത്തിൽ തെറ്റിപ്പോകും. അങ്ങനെ ഒന്നിൽ തെറ്റുമ്പോൾ 100ലും തെറ്റി. അങ്ങനെ അവൻ നരകയോഗ്യനായി തുടരുകയാണ്, മരണയോഗ്യനായി തുടരുകയാണ്. പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു പഴയ നിയമ ഭക്തന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് നിലവിളിക്കുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? മരണകരമായ ഈ ന്യായ പ്രമാണത്തിൽ നിന്ന് എന്നെ ആർക്ക് വിടുവിക്കാൻ സാധിക്കും? ഈ പ്രമാണത്തിൽ എന്നെ ശിക്ഷിക്കാനേ സാധിക്കുന്നുള്ളൂ, എന്നെ രക്ഷിക്കാനുള്ള ഓപ്ഷൻ ഈ പ്രമാണത്തിലില്ല. ഞാൻ പാപിയാണ്, ഞാൻ മരണയോഗ്യനായ പാപിയ, ഞാൻ നരകയോഗ്യനായ പാപിയ. എന്നെ രക്ഷിക്കാൻ ഈ പ്രമാണത്തിന് സാധ്യമല്ല. ഈ പ്രമാണത്തിൽ എന്നെ ശിക്ഷിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ മരണകരമായ പ്രമാണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആർക്ക് സാധിക്കും? റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ന്യായപ്രമാണം മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ, ന്യായപ്രമാണം മനുഷ്യനെ ന്യായം വിധിക്കുമ്പോൾ, ന്യായപ്രമാണം മനുഷ്യനെ മരണയോഗ്യനായി കാണുമ്പോൾ, കൃപയാൽ ക്രിസ്തുയേശുവിലൂടെ വിശ്വാസത്താൽ ദൈവം തന്റെ ഭക്തന്മാരെ ജീവനിലേക്ക് വിളിച്ചു, ജീവിതത്തിലേക്ക് വിളിച്ചു. മരണകരമായ ആ അനർത്ഥത്തിൽ നിന്ന് അവരെ കർത്താവ് വിശ്വാസത്താൽ കൃപയാൽ വീണ്ടെടുത്ത ചരിത്രമാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ തലകളെ നമുക്ക് ദൈവത്തിന് വണക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, മനുഷ്യനെ രക്ഷപ്പെടുത്താൻ മനുഷ്യനുണ്ടാക്കിയ മതപ്രസ്ഥാനമല്ലത്.
മനുഷ്യനെ ഏത് വിധേനെങ്കിലും രക്ഷപ്പെടുത്തി അവന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ മനുഷ്യനുണ്ടാക്കിയ, മനുഷ്യനിൽ നിന്നുണ്ടായ സംഘടനയുടെ ഭാഗമായ തത്വമല്ല ഇത്. ഈ രക്ഷയുടെ സന്ദേശം ദൈവത്തിൽ നിന്ന് നേരിട്ട് വന്നതാ. ദൈവം പണ്ട് ഭാഗമായി പ്രവാചകന്മാരിലൂടെ, ഇപ്പോൾ പുത്രനിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സത്യസുവിശേഷം. കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ ഈ രക്ഷാ പദ്ധതി ദൈവം വിഭാവനം ചെയ്തത്. ഇത് ദൈവത്തിന്റെ പദ്ധതിയാ. ഇതിന്റെ ഉറവിടം ദൈവമായതുകൊണ്ട് ഈ രക്ഷ ഇത്ര വലിയ രക്ഷയായിരിക്കുന്നത്. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന വിശ്വാസത്തിന് പുറത്തുള്ള പ്രിയ സുഹൃത്തെ, സ്നേഹിതരെ, ഈ രക്ഷയിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്, ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര ശ്രമിച്ചാലും പറ്റത്തില്ല. പാപത്തിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞ് നമുക്ക് വാഗ്ദാനങ്ങൾ തരുന്നത് ഈ ലോകത്തിലെ പ്രമാണങ്ങളാണ്. പക്ഷെ പ്രമാണങ്ങൾ മനുഷ്യനെ രക്ഷിക്കുകയല്ല, ശിക്ഷാവിധി പ്രഖ്യാപിച്ച് അവനെ അടിമയാക്കുകയാ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, മരണകരമായ ഈ അവസ്ഥയിൽ നിന്ന് എന്നെ ഉദ്ധരിക്കാൻ എന്ത് സംവിധാനത്തിന് സാധിക്കും? ഈ ലോകത്തിൽ പല മതവിഭാഗങ്ങൾക്കും വ്യത്യസ്തങ്ങളായ പ്രമാണങ്ങളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായ പ്രമാണമാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന പ്രമാണം. എത്ര കൃത്യമാണ്, എത്ര മനോഹരമാണ്, എത്ര ശ്രേഷ്ഠമാണ് പ്രമാണങ്ങൾ, എത്ര മനോഹരമാണ്, എത്ര ആസ്വാദ്യകരമാണ് വായിക്കാൻ. പക്ഷെ വായിച്ചിട്ട് കാര്യമില്ല, പ്രവർത്തിക്കാൻ പറ്റത്തില്ല. പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ പരാജയപ്പെടുകയാണ്. ഒന്നിൽ ശരിയാകുമ്പോൾ മറ്റൊന്നിൽ തെറ്റുന്നു. ലോകത്തിലെ സകല പ്രമാണത്തിനും അവസ്ഥ ഇതാ. എന്തൊക്കെ മല കയറിയാലും, എവിടെയൊക്കെ മെഴുകുതിരി കത്തിച്ചാലും, ഏതൊക്കെ പുണ്യാളനെ വിളിച്ചാലും, ഏതൊക്കെ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയാലും അടിസ്ഥാനപരമായി പാപി എന്ന ലേബലിൽ നിന്ന് മനുഷ്യന് പുറത്തു വരാൻ സാധ്യമല്ല. ഈ ലോകത്തിന്റെ ഒരു ആചാരത്തിനോ അനുഷ്ഠാനത്തിനോ, ഈ ലോകത്തിന്റെ ഒരു പ്രവൃത്തിക്കോ മനുഷ്യനെ രക്ഷിക്കാൻ സാധ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ, പാപത്തിൽ നിന്ന് രക്ഷ നേടാം, പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ഈ ലോകത്തിലെ മതസംവിധാനങ്ങൾ നൽകിയ പ്രമാണങ്ങൾ ഒടുവിൽ മനുഷ്യനെ, ആ പ്രമാണങ്ങൾ അവനെ അടിമയാക്കി മാറ്റുകയായിരുന്നു. അങ്ങനെ പാപത്തിന് അടിമയായ മനുഷ്യൻ ഒടുവിൽ മോഹന വാഗ്ദാനങ്ങളുമായി വന്ന പ്രമാണത്തിന്റെയും കൂടി അടിമയായി മാറി. രക്ഷിക്കാമെന്ന് പറഞ്ഞ വന്ന പ്രമാണമാണ്. പക്ഷേ ഭക്തൻ തിരിച്ചറിഞ്ഞു, ഈ പ്രമാണം രക്ഷിക്കത്തില്ല, ഈ പ്രമാണത്തിന് രക്ഷിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം മറ്റൊരു പ്രമാണം ഉപനിഷത്തിൽ വന്നു നിന്നുകൊണ്ട് എല്ലാ പ്രമാണങ്ങളുടെ ഒടുവിലാണ് ഋഗ്വേദവും സാമവേദവും യജുർവേദവും അഥർവവേദവും, അങ്ങനെ ആ വേദങ്ങളുടെ പരിസമാപ്തിയിൽ സംഹിതകളും ബ്രാഹ്മണങ്ങളും ആരണ്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഉപനിഷത്തിൽ അതിന്റെ ഏറ്റവും വേദാന്തം എന്ന ഉപനിഷത്തിന്റെ പേര് വേദാന്തം, വേദത്തിന്റെ അവസാനം വരുന്ന അവിടെ വന്ന് നിന്നുകൊണ്ട് വിളിക്കുകയാണ്, അസത്വമാ സത്യമയ, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. അല്ലെ, തപസ്വമാ ജ്യോതിർഗമയ, അന്ധകാരത്തിൽ ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ. മൃത്യോമാ അമൃതംഗമയ, മരണത്തിൽ നിന്ന് ഞങ്ങളെ ജീവനിലേക്ക് നയിക്കണമേ. അറിഞ്ഞോ അറിയാതെയോ സകല പ്രമാണത്തിന്റെ ആസ്വാദകരുടെ നിലവിളി ഇതായിരുന്നു. പഴയ നിയമ ഭക്തന്റെ നിലവിളി ഇതായിരുന്നു, എന്നെ കൊല്ലുന്ന പ്രമാണം, ഈ പ്രമാണം ദൈവത്തോളം തുല്യമാ, പക്ഷേ ഇതെന്നെ കൊന്നുകളയുകയാണ്, എനിക്ക് ജീവിക്കാനുള്ള സ്പേസ് ഇല്ല, എനിക്ക് മരണശിക്ഷ വിധിക്കുന്ന ഈ പ്രമാണത്തിന് പുറത്ത് എന്നെ രക്ഷിച്ചെടുക്കുന്ന, ഈ അന്യാധീനപ്പെട്ടു പോയ നരകത്തിന് അധീനനായ എന്നെ തിരിച്ചു പിടിക്കുന്ന, എന്നെ വീണ്ടെടുക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ടോ? ആ ചോദ്യത്തിനുള്ള അപ്പോസ്തലനായ പൗലോസിന്റെ മറുപടി ഉണ്ട്. ഇപ്പോൾ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അടിമപ്പെടുത്തി കളയുന്ന, അന്യാധീനപ്പെടുത്തി കളയുന്ന, ശിക്ഷ വിധിക്കുന്ന, മരണത്തിന് വിധിക്കുന്ന ന്യായ പ്രമാണത്തിൽ നിന്ന് മാത്രമല്ല, പാപത്തിന്റെ പടുകുടിയിൽ നിന്ന് മനുഷ്യനെ വലിച്ചു കയറ്റുന്ന, സ്വർഗത്തിൽ ക്രിസ്തുവിനോടൊപ്പം ആ സിംഹാസനത്തിൽ അവൻ ഇരുത്തുന്ന പ്രമാണം, ക്രിസ്തുവിന്റെ പ്രമാണം. അതിന് പ്രമാണം എന്ന് പറയുന്നതിനേക്കാളും ഉടമ്പടി എന്ന് പറയുന്നതാണ് ശ്രേഷ്ഠം. ഉടമ്പടിയാണ് ക്രിസ്തുവിന്റെ കൈപിടിച്ച് യാത്ര ചെയ്യുന്ന ഉടമ്പടി, അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ഉടമ്പടി. പഴയ നിയമ ഭക്തന് പ്രമാണമനുസരിച്ച് നേടാൻ പറ്റാത്തത് അവന് സാധ്യമാക്കി കൊടുത്ത ഉടമ്പടി ക്രിസ്തുവിന്റെ ഉടമ്പടിയാ.
മരണ ശുശ്രൂഷ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ പഴയ നിയമ ഉടമ്പടിയിൽ നിന്ന് ക്രിസ്തുവിന്റെ പുതിയ ഉടമ്പടിയിലേക്ക് ഒരു ഭക്തൻ പ്രവേശിക്കുന്നത് അവൻ ജീവനിലേക്കാ കയറുന്നത്, അവൻ നിത്യ ജീവനിലേക്കാ കയറുന്നത്. അതുകൊണ്ട് യോഹന്നാൻ 3:16 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മരണത്തിൽ നിന്നുള്ള ജീവൻ ക്രിസ്തുവിൽ മാത്രം, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ക്രിസ്തുവിൽ മാത്രം. ഇന്നലെ നമ്മൾ വിശദമായി സുവിശേഷം കേട്ടത് ഒരു മുന്നറിയിപ്പ് മാത്രമായി വാക്കുകളെ ഞാൻ പരിമിതപ്പെടുത്തട്ടെ. രക്ഷ വലിയതാണ്. അതിന്റെ കാരണം, അതിന്റെ ഉറവിടം ദൈവമാണ്. ദൈവത്തിൽ നിന്ന് രക്ഷ വന്നത്, ദൈവത്തിൽ നിന്ന് രക്ഷ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങളെ കേൾക്കുന്നവരെ, മനുഷ്യൻ ഒരുക്കിയ രക്ഷയുടെ കെണിയിൽ പെട്ടുപോകരുത്. മനുഷ്യൻ എഴുതിയ പ്രമാണങ്ങളുടെ ബന്ധനത്തിൽ കുടുങ്ങിപ്പോകരുത്. കൃപാപൂർവം ദൈവം ഒരുക്കിയ യേശുക്രിസ്തുവിലൂടെയുള്ള ആ വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിപ്പാൻ ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. 2, ഈ രക്ഷ വലുതായതിന്റെ കാരണം അതിന് കൊടുത്ത വില ക്രിസ്തുവിന്റെ രക്തമാണ്. ഒരു അപരാധിയുടെ രക്തമല്ല, ഒരു പാപിയുടെ രക്തമല്ല, ആട്ടുകൊറ്റന്റെ രക്തമല്ല, കാളക്കിടാവിന്റെ രക്തമല്ല, പക്ഷിമൃഗാദികളുടെ രക്തമല്ല. പാപരഹിതനായ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തമാണ് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം കൊടുത്തത്. അതാണ് രക്ഷ ഏറ്റവും വിലപ്പെട്ടതാകാൻ കാരണം. ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രക്ഷയ്ക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. ആടിനെ കൊടുത്തിട്ടുണ്ടാകാം, കാളയെ കൊടുത്തിട്ടുണ്ടാകാം. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ കാളയെ കൊടുക്കാനുള്ള ആഹ്വാനമുണ്ട്, ആടിനെ കൊടുക്കാനുള്ള ആഹ്വാനമുണ്ട്, പക്ഷികളെ കൊടുക്കാനുള്ള ആഹ്വാനമുണ്ട്, കൃഷി വിഭവങ്ങളെ കൊടുക്കാനുള്ള ആഹ്വാനമുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് ദൈവം അവരോട് പറയുന്നു, ഇതെല്ലാം നിഴലുകളാണ്, ഇതെല്ലാം നിഴലുകളാണ്. ഇതിലൂടെ ഒന്നും മനുഷ്യന്റെ വീണ്ടെടുപ്പ് സാധ്യമല്ല, അവന്റെ രക്ഷ സാധ്യമല്ല. മനുഷ്യന്റെ രക്ഷ ദൈവം അടിസ്ഥാനമാക്കിയത് ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ്. പാപമോചനത്തിന് ദൈവം വെച്ച പരിഹാരം ക്രിസ്തുവിന്റെ രക്തമാ. വിശുദ്ധ ബൈബിൾ ലോകത്തോട് വിളിച്ചു പറയുന്നു, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും വെള്ളം വെള്ളയാക്കി മാറ്റുന്ന, വെണ്ണയാക്കി മാറ്റുന്ന ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവർ, പാപമോചനം പ്രാപിച്ച ദൈവഭക്തന്മാർ, ദൈവസഭ വിളിച്ചു പറയുന്നത് എബ്രായലേഖനം 12 24 വാക്യത്തിൽ, പുണ്യാഹ രക്തത്തിന്റെ അടുക്കലേക്ക് എത്രേ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലേക്ക് എത്രേ നമ്മൾ വന്നിരിക്കുന്നത്. എന്താ ഈ ഹാബേലിന്റെ രക്തം, ക്രിസ്തുവിന്റെ രക്തം വ്യത്യാസം എന്താണ്? എനിക്ക് 5-10 മിനിറ്റ് കൂടെ തന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ വാക്കുകൾ വേഗത്തിൽ ഉപസംഹരിക്കാം. ഹാബേലിന്റെ രക്തം ന്യായപ്രമാണത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അത് നിലവിളിക്കുന്നത് ഈ ലോകത്തിലെ സുപ്രീം കോടതിയിൽ നമ്മൾ പോയിട്ട് നീതിക്ക് വേണ്ടി യാചിക്കുന്നത് പോലെയാണ് ഹാബേലിന്റെ രക്തം നിലവിളിക്കുന്നത്. കയ്യിനെ അവിടെ പിടിച്ചു കുരുക്കും. എന്റെ ചെവിയിൽ ഹാബേലിന്റെ രക്തം കേൾക്കുന്നു, കയ്യിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഹാബേലിന്റെ നിലവിളി നീതിക്ക് വേണ്ടിയുള്ള നിലവിളിയാണ്. പ്രിയമുള്ളവരെ, ഹാബേലിന്റെ നിലവിളിയിൽ നമുക്ക് രക്ഷയില്ല. ഒരു മനുഷ്യൻ മറുവശത്ത് നീതിക്ക് വേണ്ടി നിലവിളിച്ചാൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ അപൂർണരും പാപികളും അടിസ്ഥാനപരമായി നമ്മൾ അങ്ങനെ ആയിരുന്നത് കൊണ്ട് ഹാബേലിന്റെ രക്തം അല്ലെങ്കിൽ ഈ ലോകം ഒരാൾ നീതിക്ക് വേണ്ടി വാദിച്ചാൽ ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അടിസ്ഥാനപരമായ മനുഷ്യൻ പാപിയാ. ഒരു വശത്തവൻ ശരിയാകും, മറുവശത്തവൻ തെറ്റാ. പെർഫെക്ഷൻ അവകാശപ്പെടാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനും സാധ്യമല്ല. അതുകൊണ്ട് ഈ ലോക നീതിയുടെ മുമ്പിൽ മനുഷ്യൻ പരാജയപ്പെടും. നീതിക്ക് വേണ്ടി ഹാബേലിന്റെ രക്തം നിലവിളിച്ചാൽ സകല മനുഷ്യരും പരാജയപ്പെടും. അവിടെയാണ് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത. ക്രിസ്തുവിന്റെ രക്തം നിലവിളിച്ചത് തന്നെ കൊന്നവനോട് പകരം ചോദിക്കണമെന്നല്ല. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത നമ്മുടെ പാപം ക്ഷമിക്കാൻ തക്കവണ്ണം അത് നമുക്ക് വേണ്ടി ക്ഷമയാചിക്കുന്ന രക്തമാ, പ്രതികാരം ചോദിക്കുന്ന രക്തമല്ല.
സ്നേഹിതരെ, ഈ ലോകത്തിൽ എവിടെയെങ്കിലും നീതിക്ക് വേണ്ടി നിങ്ങൾ കാത്തുകെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായ നീതി ലഭിക്കത്തില്ല. ഇനി കിട്ടിയാൽ തന്നെ അതിൽ ശിക്ഷാവിധിയെ ലഭിക്കത്തുള്ളൂ. കാരണം മനുഷ്യൻ അടിസ്ഥാനപരമായി പാപിയാണ്. ഒരിടത്ത് ശരിയാകുന്നിടത്ത് മറ്റിടത്ത് തെറ്റും. അതാണ് തത്വം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പിന്നെ നമ്മൾ എങ്ങനെയാ നീതിമാന്മാരായത്? സഭ വിശുദ്ധന്മാരല്ലേ? നമ്മൾ വിശുദ്ധമതികളല്ലേ? നമ്മൾ എങ്ങനെയാ വിശുദ്ധന്മാരും നീതിമാന്മാരുമായത്? ദൈവത്തിന്റെ കൃപ, ക്രിസ്തുവിന്റെ രക്തം, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന്റെ അടുക്കലേക്കത്രേ. ഇതറിയണമെങ്കിൽ എബ്രായർ 12:18 കൂടെ വായിക്കണം. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിന്റെ അടുക്കൽ അല്ലല്ലോ നമ്മൾ വന്നിരിക്കുന്നത്, കത്തിച്ചു കളയും. പഴയ നിയമത്തിൽ പ്രമാണവും കൊടുത്തിട്ട് പാവിയോട് പറഞ്ഞു, അടുത്തു പോകരുത്, കത്തിച്ചു കളയും, ചാരമാക്കി കളയും. മനുഷ്യനായാലും മൃഗമായാലും അടുത്തു പോകരുത്. എന്റെ പ്രമാണം പാലിക്കാത്തവൻ എന്റെ അടുക്കൽ വരരുത്. ഞാൻ അധിവസിക്കുന്ന പർവ്വതത്തിൽ അടുത്തു പോകരുത്. എന്തിനു വേണ്ടിയാണ് ദൈവം ഇങ്ങനെ പറഞ്ഞത്? പ്രമാണം കൊടുത്ത ദൈവം മനുഷ്യൻ മനസ്സിലാക്കണം, മനുഷ്യൻ ഗ്രഹിക്കണം. പ്രമാണം അനുസരിച്ച് അവന് രക്ഷ നേടാൻ പറ്റത്തില്ല. അവൻ അടിസ്ഥാനപരമായി പാപിയ. അവൻ ജീവിക്കണമെങ്കിൽ, അവന് കൃപാസനത്തിലേക്ക് അടുത്തു വരണമെങ്കിൽ അവന് ദൈവത്തിന്റെ കൃപയില്ലാതെ പറ്റത്തില്ല. അത് തിരിച്ചറിയണമായിരുന്നു. കാലത്തിന്റെ തികവിൽ പഴയ നിയമത്തിലെ ശ്രേഷ്ഠനായ ഒരു ഭക്തനെ കൊണ്ട് തന്നെ ദൈവം ആ സത്യം ഉറപ്പിച്ചു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്തൊക്കെ അഭിമാനിക്കാനുണ്ടെങ്കിലും ഞാൻ പാപിയാണ്. എന്തൊക്കെ ആരൊക്കെ എന്നെ സ്വാധീനിക്കാനുണ്ടെങ്കിലും, എന്തൊക്കെ ബലവും ആഭിജാത്യവും പാരമ്പര്യവും എനിക്കുണ്ടെങ്കിലും ഞാൻ മരണയോഗ്യനാണ്. ഈ മരണകരമായ പാപത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? രക്ഷ നേടാമെന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് അഭയം പ്രാപിച്ച പ്രമാണം എന്നെ കൊന്നുകളയുകയാണ്, എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഒരിടത്ത് ശരിയാകുമ്പോൾ മറ്റിടത്ത് തെറ്റിപ്പോകുകയാണ്. ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കൃപയാൽ രക്ഷയിലേക്ക് ദൈവം നമുക്ക് പ്രവേശനം തന്നു. ഈ രക്ഷ വലുതാകുന്നത് ഇത് യേശുവിന്റെ രക്തം മറുവിലയായി കൊടുത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. അടുത്തത്, ഈ രക്ഷ വലുതാകുന്നതിന്റെ മറ്റൊരു കാരണം ഇതിന്റെ ഫലമാണ്. ഇതിന്റെ ഫലം എന്താണ്? ഈ രക്ഷയുടെ ഫലമെന്ന് പറയുന്നത് നമ്മൾ ഇതിനകം പറഞ്ഞതാണ്, പാപമോചനമാണ്. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ രക്തം പാപമോചനം നൽകുന്നതാണ്. അന്യാധീനപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുത്ത് കൊണ്ടുവരുന്ന രക്തമാണ്. അതുകൊണ്ട് ഈ രക്തത്തിലൂടെയുള്ള രക്ഷ വിലപ്പെട്ടതാകുന്നത്. 2, ഇത് സമാധാനം തരുന്ന രക്തമാണ്, സമാധാനം തരുന്ന രക്ഷയാ. കോൺഫിഡന്റ് ഉള്ളവർ പോലും സമാധാനമില്ലാതെ ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടുമ്പോ, പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ സമാധാനം ഏത് കഷ്ടങ്ങളിലും ഒരു ഭക്തനെ പിടിച്ചു നിർത്തുന്നതാണ്. അവൻ പിടിച്ചുലയ്ക്കുന്ന, അവൻ ജീവിതത്തിന് ചുറ്റും സംഭവിക്കുന്ന എത്ര വലിയ തിരമാലകൾക്ക് മുന്നിലും അവനെ ശക്തിയോടെ ക്രിസ്തുവിൽ ഉറപ്പിച്ചു നിർത്തുന്ന സമാധാനം. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം ഇത് ലോകം തരുന്ന സമാധാനമല്ല. അപ്പോൾ രക്ഷ നമുക്ക് നൽകുന്നത് സമാധാനമാണ്. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ ത്രാണി നൽകുന്ന സമാധാനം. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടങ്ങളെ ജയിക്കാൻ പര്യാപ്തമാക്കുന്ന സമാധാനം. എല്ലാവിധമായ ടെൻഷനുകളെയും നമ്മുടെ ചഞ്ചലചിത്തമായ ഹൃദയത്തിന്റെ വിചാരങ്ങളെയും തിരിച്ചറിയുന്ന ദൈവത്തിന്റെ സമാധാനം. ഈ രക്ഷ വലുതാകുന്നത് അത് ലോകം തരാത്ത സമാധാനം നമുക്ക് നൽകുന്നത് കൊണ്ടാണ്. ഇന്ന് ആത്മഹത്യ വളരെയധികം വർദ്ധിക്കുകയാണ് കേരളത്തിൽ. കുടുംബത്തിൽ സമാധാനമില്ല. ഒരു സ്ത്രീയെയും പുരുഷനെയും എടുത്താൽ കേരളത്തിൽ ഇന്ന് കുടുംബ പ്രശ്നങ്ങളിൽ 4 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിൽ ഒരാൾ സ്ത്രീയും ബാക്കി 3 പേർ പുരുഷന്മാരുമാണ്. ഇന്നലകളിൽ നമ്മൾ കേട്ടതൊന്നുമല്ല, ചരിത്രം മാറി പറയുന്നു. നമ്മൾ ഇന്നലെ കേട്ട തത്വമെല്ലാം മാറി പറയുന്നു. കോൺഫിഡന്റ് ഉള്ളവരെന്ന് പറയുന്ന പുരുഷൻ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ, ഒരു കൃമിയെ പോലെ അവൻ ഭയന്ന് വിറയ്ക്കുകയാണ്. ജീവിക്കാൻ ധൈര്യമില്ലാത്തവനായി,
പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ത്രാണിയില്ലാത്തവനായി അവൻ മരണം തിരഞ്ഞെടുക്കുമ്പോൾ, ആത്മഹത്യ തിരഞ്ഞെടുക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ പ്രിയ സുഹൃത്തെ, ദൈവത്തിന്റെ വചനം ശക്തമായി നിങ്ങളുടെ ഹൃദയങ്ങൾ ഇടപെടുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിന് നിത്യ സമാധാനം നൽകുന്ന, നിങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങളെ പിടിച്ചു നിൽക്കാൻ ത്രാണി നൽകുന്ന ക്രിസ്തുവിന്റെ സമാധാനം, ഇതാണ് ഈ രക്ഷയുടെ വലിപ്പം. സമാധാനം നൽകുന്ന രക്ഷ. 3, ദൈവബന്ധം പുനഃസ്ഥാപിക്കുന്ന രക്ഷ. ഈ രക്ഷ വലുതാകാൻ കാരണം, ഇത്ര വലിയ രക്ഷ വലുതാകാൻ കാരണം തകർന്നുപോയ ദൈവ മനുഷ്യ ബന്ധത്തെ ഇത് പുനഃസ്ഥാപിക്കുന്നത് കൊണ്ടാണ്. ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന പാപമോചനം എന്ന രക്ഷ, ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന വീണ്ടെടുപ്പെന്ന രക്ഷ, ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ അവൻ നമ്മെ ചേർത്ത് പിടിച്ചപ്പോൾ നമുക്ക് ലഭിച്ച രക്ഷയിലൂടെ നമുക്ക് ലഭിക്കുന്നത് തകർന്നുപോയ ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. ദൈവത്തിന് ശത്രുക്കളായി പോയി മനുഷ്യൻ പാപിയായപ്പോൾ. പാപം എന്ന വാക്കിന് അർത്ഥം നമ്മൾ പറഞ്ഞു ലക്ഷ്യം തെറ്റുകയാണല്ലോ. ദൈവത്തിനകന്നുപോയ മനുഷ്യനെ ക്രിസ്തുവിന്റെ രക്തത്തെ തിരിച്ചു പിടിച്ചു. പഴയ നിയമത്തിൽ ദൈവം പർവ്വതത്തിൽ വെളിപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അടുത്തു പോകരുത്, എന്റെ അടുത്ത് വരരുത്. പാപിയായ മനുഷ്യന് പരിശുദ്ധനായ ദൈവത്തെ അടുക്കാൻ പറ്റത്തില്ല. അതേ ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചുകൊണ്ട് തന്റെ കൃപ വെളിപ്പെടുത്തി. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താ ദൈവം ചരിത്രത്തിൽ ഇങ്ങനെ നമ്മളെ നാടകം കളിക്കുകയാണോ? അല്ല, കൃപ വെളിപ്പെടുത്തുന്നതിന് മുൻപ് ദൈവം ആരാണെന്നൊന്ന് വെളിപ്പെടുത്തിയതേ ഉള്ളൂ. അറിയണം, കൃപയുടെ മഹത്വം അറിയണം, കൃപയുടെ മഹത്വം അറിയണം, ഇത്ര വലിയ രക്ഷയുടെ മഹത്വം അറിയണം. അത് ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുമെന്ന് ചോദിച്ചാൽ അതിന്റെ കൃത്യത അറിയണം, അതിന്റെ അടിസ്ഥാനം അറിയണം, അതിന്റെ അകക്കാം അറിയണം. ദൈവം ആരാ? പാപിയായ മനുഷ്യന് അടുത്ത് ചെല്ലാൻ പറ്റാത്തത്ര വിശുദ്ധൻ, പരിശുദ്ധൻ. ദേവാലയം എന്തായിരുന്നു? 3 തട്ടുകൾ: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. സമാഗമന കൂടാരം എന്തായിരുന്നു? അത് തന്നെയാ. പർവ്വതം എന്തായിരുന്നു? അത് തന്നെയാ. ദൈവത്തെ കണ്ടാൽ മരിച്ചു പോകുമെന്ന് ഭക്തൻ പഴയ നിയമത്തിൽ വിചാരിച്ചത് എന്തുകൊണ്ട് ദൈവം അത് അനുവദിച്ചു കൊടുത്തു? എന്തുകൊണ്ട് ദൈവം ആ വെളിപ്പാട് അവിടെ നൽകി? അത് ഭാഗികമായിരുന്നു. എന്തിനു വേണ്ടിയാ? ദൈവത്തെ മനുഷ്യൻ അറിയണം. പാപിയായ മനുഷ്യൻ അഹങ്കാരിയാകരുത്. അവനവന്റെ പാപത്തെ അറിയണം. പരീശൻ ദൈവസ്ഥലം വന്നതുകൊണ്ട് പ്രാർത്ഥിക്കുക, ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ഈ അഹങ്കാരം മാറണം. ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി പോയി. അഹങ്കാരം പറഞ്ഞ പരീശൻ കബളിപ്പിക്കപ്പെട്ടവനായി പോയി. എന്തെങ്കിലും ചെയ്ത് ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് വിചാരിച്ച വിശുദ്ധ വേദപുസ്തകം പരീശന്റെ ആ കഥ നമ്മുടെ മുന്നിൽ നിരത്തി വെക്കുകയാണ്. ഞാൻ എല്ലാത്തിലും പ്രധാനം കൊടുക്കുന്നു, ഞാൻ എല്ലാം നല്ലതുപോലെ ചെയ്യുന്നു, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, എല്ലാം ചെയ്യുന്നു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് ചോദിക്കാം, ദൈവമേ, 1 വർഷത്തിൽ 1 ദിവസമല്ലേ നീ ഉപവസിക്കാൻ കർശനമായിട്ട് കൽപ്പിച്ചിട്ടുള്ളൂ? 1 ദിവസമാ നീ ഉപവസിക്കാൻ എന്നോട് പറഞ്ഞതെങ്കിൽ പരീശനായ ഞാൻ 100 ദിവസമാ ഉപവസിക്കുന്നു. 1 വർഷം 1 നീ പറഞ്ഞതെങ്കിൽ ഞാൻ 100+. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ദൈവത്തെ ചോദ്യം ചെയ്യുന്ന മനുഷ്യനോട് ദൈവത്തിന് ആത്യന്തികമായി പറയാനുള്ളത്, എത്ര കൽപ്പനകൾ അനുസരിച്ചാലും, എത്ര പ്രവൃത്തി ചെയ്താലും, എത്ര പരീക്ഷനേക്കാളും മുകളിൽ നിന്നാലും ദൈവത്തിന്റെ കൃപ കൂടാതെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. തെളിവ് ചുങ്കക്കാരൻ മാറത്തടിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, ഞാൻ നിന്റെ അടുക്കലേക്ക് വരാൻ യോഗ്യനല്ല, ഞാൻ പാപിയായ ഒരു മനുഷ്യനാ, എന്നോട് കരുണ ഉണ്ടാകണമേ. ഈ നിലവിളി എത്ര ഞാൻ പുതിയ നിയമത്തിൽ കേൾക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന, ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന പ്രവൃത്തികളെ മാറ്റി നിർത്തിക്കൊണ്ട് വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർ ദൈവത്തിന്റെ ഈ വലിയ രക്ഷാ പദ്ധതിയിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. സൗജന്യമായി ഇത്ര വലിയ രക്ഷ സൗജന്യമായി സകല മനുഷ്യരുടെ മേലും ദൈവം നൽകിയിരിക്കുമ്പോൾ ഇതിനെ അവഗണിക്കുന്നവർ, ഇതിനെ അവഗണിച്ചാൽ എങ്ങനെ തെറ്റി വഴിയോ? ഹല്ലേലൂയ! ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവസാനമായി പറയട്ടെ, ഇത്ര വലിയ രക്ഷ ഇത്ര വലുതാകാൻ കാരണം അത് ദൈവബന്ധം, മനുഷ്യബന്ധം പുനഃസ്ഥാപിക്കുക മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ ജീവനെ തിരിച്ചു തരികയും കൂടിയാണ്. മരണത്തിൽ നിന്നവനെ പൊക്കിയെടുത്ത് ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ താൻ ഇരിക്കുന്നിടത്ത് ദൈവത്തോടൊപ്പമുള്ള നിത്യ കൂട്ടായ്മയിലേക്ക്, മരണാനന്തര നിത്യ കൂട്ടായ്മയിലേക്ക് അവനെ നയിക്കുന്നത് കൊണ്ട് ഇത് വലിയ രക്ഷയാ, ഇത് ശ്രേഷ്ഠമായ രക്ഷയാ. ഈ രക്ഷയെ അവഗണിക്കാൻ ബുദ്ധിയുള്ള മനുഷ്യന് സാധ്യമല്ല. ബൈബിൾ പറയുന്നു,
ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഈ സ്നേഹത്തെ, ഈ രക്ഷയെ, ഇന്നലകളിൽ നമ്മൾ കേട്ട ഈ രക്ഷയെ ഇന്ന് രാത്രി ഒന്ന് മുറുകെ പിടിക്കാൻ, ഒന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഹല്ലേലൂയ. അവഗണിക്കുന്നത് പാപം, അവഗണിക്കുന്നത് അപകടമാ. തിരസ്കരിച്ചതല്ല, വേണ്ടെന്ന് വെച്ചതല്ല, അതിനേക്കാളപ്പുറം അവഗണിച്ചതാണ് പാപം. തുറന്നുള്ള നിരസിക്കലല്ല. ഭയങ്കരമായ പാപം എന്ന് പറയുന്നത് മൗനമായ അവഗണനയാണ്. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം, ഞാൻ സുവിശേഷത്തിന് എതിരൊന്നുമല്ല, ഞാൻ സപ്പോർട്ടാണ്, ഞാൻ അതിന്റെ കൂടെ ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ട്, ഞാൻ അവിടെ സുഹൃത്താണ്, ഞാൻ അതിന്റെ കൂടെ ചേർത്ത് പോകാറുണ്ട്, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇത്ര വലിയ രക്ഷയെ അവഗണിക്കുന്നതാണ് പാപം. രക്ഷിക്കപ്പെട്ടവരുള്ള സുഹൃത്ത് ബന്ധം നമ്മെ രക്ഷയിലേക്ക് നയിക്കത്തില്ല. ഇത്ര വലിയ രക്ഷ അത് ഗണ്യമാക്കാതെ പോകരുത്, അവഗണിക്കരുത്. വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തു ഒരു മനോഹരമായ കഥ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ തന്റെ മകന്റെ കല്യാണ വിരുന്നിന് വേണ്ടി പലരെയും ക്ഷണിച്ചവർ ഓരോരോ ഉപാധികൾ പറഞ്ഞൊഴിഞ്ഞു. ആരും എതിർത്ത് പറഞ്ഞില്ല, അടിക്കാനോ തല്ലാനോ കൊല്ലാനോ ഒന്നും നിന്നില്ല. അവർ പറഞ്ഞു, ഞാൻ എൻ്റെ കാളയെ നോക്കാൻ പോകണം, ഞാൻ കല്യാണം കഴിച്ചതേ ഉള്ളൂ, എനിക്ക് പെട്ടെന്ന് വരാൻ സാധ്യമല്ല, ഞാൻ വീട് പണിയുന്നു, എനിക്ക് അതൊന്ന് കാണാൻ പോകണം, ഞാൻ വയൽ വാങ്ങി, എനിക്ക് അതൊന്ന് കാണാൻ പോകണം, ഞാൻ കാറ് വാങ്ങി, എനിക്ക് അതൊന്ന് ഓടിച്ചു നോക്കണം. ഇങ്ങനെ നിസ്സാരമായ ഒഴികഴിവുകൾ പറഞ്ഞ് ആ വിരുന്നിനെ തിരസ്കരിച്ചു. പിന്നീട് അവർക്ക് സംഭവിച്ച ദുരന്തമാണ്. നോഹ എന്ന് പറയുന്ന ഭക്തൻ, ദേശത്ത് മഴ പെയ്യും, വെള്ളപ്പൊക്കമുണ്ടാകും, നശിച്ചു പോകാതിരിക്കാൻ നിങ്ങൾ എല്ലാവരും ഈ പെട്ടകത്തിൽ കയറണമെന്ന് കുറെ നാളുകൾ, വർഷങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അവന്റെ പ്രസംഗത്തെ പരിഹസിച്ചവരുണ്ടാകാം, പരിഹസിക്കാത്തവരുണ്ടാകാം. പക്ഷേ ഒരു മനുഷ്യൻ പോലും, നോഹയുടെ കുടുംബത്തിന് പുറത്ത് ഒരു മനുഷ്യൻ പോലും ആ വചനത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അവർ അവഗണിച്ചു കളഞ്ഞു. നോഹയെ അവർ ഉപദ്രവിച്ചില്ല, നോഹയുടെ കുടുംബത്തെ ഒരുപക്ഷെ അവർ ഉപദ്രവിച്ചില്ല, പെട്ടകത്തെ തകർത്ത് കളയാൻ ശ്രമിച്ചില്ല. പക്ഷെ അവർ അതിനകത്തേക്ക് കയറാൻ വിസമ്മതിച്ചു, അവർ നിസ്സാരമാക്കി കളഞ്ഞു. പക്ഷേ അപ്രതീക്ഷിതമായി മഴ പെയ്തു തുടങ്ങി, വെള്ളപ്പൊക്കം കയറി, ആ പെട്ടകം വെള്ളത്തിൽ ഉയരാൻ തുടങ്ങിയപ്പോൾ അപകടം മണത്തെറിഞ്ഞ ജനത ഓടി വന്നു. പക്ഷേ നോഹയല്ല പെട്ടകത്തിന്റെ വാതിലടച്ചത് ദൈവമായിരുന്നു. ഒരുപക്ഷെ നോഹ തുറന്നു കൊടുക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ദൈവം അടച്ചു. പിന്നെ ആർക്കും അവിടേക്ക് കയറാൻ പറ്റിയില്ല. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇന്ന് രാത്രിയിൽ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന ഈ സുവിശേഷത്തെ ഇന്ന് കേൾക്കാൻ നിങ്ങൾ വിസമ്മതിച്ചാൽ, ഇന്ന് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കഠിനമാക്കിയാൽ, നാളെ നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാകണമെന്നില്ല. ദൈവം വാതിൽ അടയ്ക്കും മുൻപ്, കൃപയുടെ വാതിൽ, കരുണയുടെ വാതിൽ ദൈവം അടയ്ക്കുന്നതിന് മുൻപ് ഈ രക്ഷയിലേക്ക് കടന്നു വരാൻ തയ്യാറാകൂ. ഇപ്പോഴല്ലോ സുപ്രസാദകാലം, ഇന്നാണ് നിങ്ങളുടെ രക്ഷാ ദിവസം. ഹല്ലേലൂയ. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി വഴിയും? ഒഴികഴിവുകൾ പറഞ്ഞ്, നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് ഇന്ന് പ്രിയമുള്ളവരെ, നിങ്ങൾ ക്രിസ്തുവിനെ ഒഴിവാക്കിയാൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു ദിവസം വരുന്നു. ആമേൻ. നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഭയങ്കരമായ ഒരു ദിവസം വരികയാണ്. തീ കത്തുന്ന ഒരു ദിവസം വരികയാണ്. ചൂള പോലെ കത്തുന്ന ന്യായവിധിയുടെ ഒരു ദിവസം വരികയാണ്. അതെന്തിനു വേണ്ടിയുള്ള ന്യായവിധിയാ? പ്രമാണത്തിന് മുന്നിൽ അനുസരണക്കേട് കാണിച്ചത് കൊണ്ടല്ല, മറിച്ച് കൃപയെ തിരസ്കരിച്ചതിന്, കൃപയെ തള്ളിക്കളഞ്ഞതിന്, സ്നേഹത്തെ നിരാകരിച്ചതിന്, പുത്രന്റെ രക്തത്തെ അവഗണിച്ചതിന്, ദൈവത്തിന്റെ പദ്ധതികൾക്ക് വില കൽപ്പിക്കാത്തതിന്, ഇത്ര വലിയ രക്ഷയെ അവഗണിച്ചതിനുള്ള ശിക്ഷ, മഹാശിക്ഷ ദുരന്തമായി കടന്നു വരുന്നതിന് മുൻപ് പ്രിയ സ്നേഹിതരെ, ഈ സ്നേഹത്തിലേക്ക് കടന്നു വരൂ. ഇത് കൃപായുഗമാ. കൃപായുഗത്തിന്റെ പ്രത്യേകത, എല്ലാവർക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു പീരീഡാണ്. മാനദണ്ഡങ്ങളൊന്നുമില്ല ഇവിടെ, നിയമങ്ങളൊന്നുമില്ല ഇവിടെ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചിട്ടവട്ടങ്ങളൊന്നുമില്ല, കാണിക്കയും പണവും ഒന്നുമില്ല. വിശ്വാസം മാത്രം മതി. യേശുവേ, നീ എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, എന്റെ നീതിഗണത്തിന് വേണ്ടി നീ ഉയർത്തെഴുന്നേറ്റു, അങ്ങയിൽ എനിക്ക് പാപമോചനമുണ്ട്, എന്റെ പാപത്തിന് വേണ്ടിയാണ് നീ മരിച്ചത് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ക്രിസ്തുവിനെ ദൈവമായും കർത്താവായും രക്ഷകനായും ഹൃദയത്തിൽ സ്വീകരിച്ച് വായ് കൊണ്ട് ആ സത്യം ഉറക്കെ പ്രഖ്യാപിക്കാൻ തയ്യാറായി ക്രിസ്തുവിന്റെ അരികിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ രക്ഷാദിവസമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വില കൊടുക്കേണ്ടി വരും. എങ്ങനെ തെറ്റി ഒഴിയും? ഞാൻ എൻ്റെ വാക്കുകളുടെ ഉപസംഹാരത്തിലേക്ക് വരട്ടെ.
തൻ്റെ സഭയെ ചേർക്കാൻ, രക്ഷിക്കപ്പെട്ടവരെ ചേർക്കാൻ കർത്താവ് വരാൻ കാലമായി. യുദ്ധങ്ങളും യുദ്ധസ്ഥിതികളും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ അടയാളം എന്ന് പറയുന്നത് യഹൂദരുമായി ബന്ധപ്പെട്ട അടയാളമാണ്. ദൈവസഭയ്ക്ക് അടയാളങ്ങളൊന്നുമില്ല. ദൈവസഭയ്ക്ക് ഈ യുദ്ധവും ഇറാനിലെയും ഇസ്രായേലിലെയും യുദ്ധമാണെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവർ കർത്താവിൻ്റെ വരവ് കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊന്നുമല്ല സഭയുടെ അടയാളം. അടയാളം യഹൂദനുള്ളതാണ്. പക്ഷെ സഭയുടെ എടുക്കപ്പെടൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ടവരെ ചേർക്കാൻ കർത്താവ് വാനമേഘങ്ങളിൽ വരാൻ ഇനിയും അധിക കാലതാമസമില്ല. യേശു പറഞ്ഞു, മരണം വഴിയായി താൻ പോകുന്നത് സ്ഥലമൊരുക്കുവാൻ വേണ്ടിയാണ്. രക്ഷിക്കപ്പെട്ടവരെ തന്റെ അടുക്കലേക്ക് ചേർക്കാനുള്ള സ്ഥലമൊരുക്കാൻ വേണ്ടി കർത്താവ് പോകും എന്ന് പറഞ്ഞിട്ട് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞവൻ നഗരം ഒരുക്കി കഴിഞ്ഞു. നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഈ നഗരം, ആ സിറ്റി ഈസ് ഓൾറെഡി പ്രിപ്പയർഡ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ഒരുങ്ങി നിൽക്കുന്ന ക്രിസ്തുവിനെ കാണാം. മണവാളനായ ക്രിസ്തു, ക്രിസ്തുവിന്റെ തേജോ രൂപത്തിൽ നമുക്ക് അവിടെ കാണാം. 2-3 അധ്യായങ്ങളിൽ സഭയുടെ കോലവും കാണാം. എഫേസ്യ സഭയോട് പറയുമ്പോൾ, എഫെസോസ് സഭയോട് പറയുമ്പോൾ നമ്മൾ വായിക്കുന്നു, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞതിന് കുറ്റം പറയാനുണ്ട്. ലവോദിക്യ സഭയിൽ അവസാനിക്കുമ്പോൾ ക്രിസ്തു പുറത്തു നിൽക്കുകയാണ്. ആദ്യ സ്നേഹം വിട്ടിടം മുതൽ ക്രിസ്തു പുറത്തേക്ക് മാറി. ഇന്ന് രാത്രിയിൽ സഭയോടുമുള്ള ദൈവാലോചനയാണ്. ഈ വേദപുസ്തകത്തിന്റെ ഇന്ന് രാത്രിയിൽ വായിച്ച ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം എന്താണെന്നറിയാമോ? എബ്രായ ക്രൈസ്തവർ, യഹൂദ ക്രൈസ്തവർ സഭയ്ക്കകത്തേക്ക് കടന്നു വന്നിട്ട് കുറെ കാലം കഴിഞ്ഞ് ഒത്തിരി പീഡനങ്ങളുടെയും പ്രതിസന്ധികളുടെയും കടന്നുപോയി. വലിയ കൊടിയ പീഡനങ്ങളിലൂടെ അവർ കടന്നുപോയി. അവരുടെ ഭാര്യമാർ ബലാത്സംഗം ചെയ്യപ്പെട്ടു, അവരുടെ കുട്ടികൾ അടിമകളാക്കപ്പെട്ടു, ക്രൂരമായി പുരുഷന്മാർ ക്രൂശിക്കപ്പെട്ടു, അവരുടെ വസ്തുവകൾ കണ്ടുകെട്ടപ്പെട്ടു, അവരുടെ ഭവനങ്ങളിൽ അവർക്ക് താമസിക്കാൻ പറ്റാതായി, സാധനങ്ങൾ വാങ്ങാൻ പറ്റാതായി, വിൽക്കാൻ പറ്റാതായി, ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ക്രൈസ്തവർ മുമ്പോട്ട് പോയപ്പോൾ എവിടെയോ ചില പോയിന്റുകളിൽ അവർ ക്രിസ്തുവിനെ വിട്ട് പിന്മാറാൻ ആഗ്രഹിച്ചു. ആ പ്രലോഭനത്തിൽ അവർ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടപ്പോൾ എബ്രായ ലേഖന കർത്താവ് എഴുതി, ഉപേക്ഷിക്കരുത്, ക്രിസ്തുവിനെ വിട്ട് പോകരുത്. ഈ ലോകത്തിൽ എത്ര കഷ്ടം വന്നാലും, ഈ ലോകത്തിൽ എത്ര നഷ്ടം വന്നാലും, മരിക്കേണ്ടി വന്നാലും ക്രിസ്തുവിനെ വിട്ട് പോകരുത്. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റുവഴിയും ഒഴിഞ്ഞു പോകരുത്. ഈ ലോകത്തിലെ നഷ്ടങ്ങളും ഈ ലോകത്തിലെ കഷ്ടങ്ങളും ക്രിസ്തുവിനെ വിട്ടു പോകാനുള്ള കാരണമല്ല. കാരണം 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവർ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് മരിക്കാൻ തയ്യാറാകുകയായിരുന്നു എന്ന് പറഞ്ഞാൽ, ജീസസ് ഈസ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ സീസർ കൊന്നുകളയും. ജീസസ് ഈസ് ദ സേവിയർ എന്ന് പറഞ്ഞാൽ സീസർ കൊന്നുകളയും. കാരണം അന്നത്തെ കാലത്ത് സീസർ ഈസ് ദ ലോർഡ് എന്നും സീസർ ഈസ് ദ സേവിയർ എന്നും പറയേണ്ടിയിരുന്നത്. സേവിയർ എന്ന പദം ഉപയോഗിച്ചത് കൈസറാണ്, ഗവർണർമാരാ. ലോർഡ് എന്നുള്ള പദം ഉപയോഗിച്ചത് ഗവർണർമാരാ, കൈസറാ. ദൈവപുത്രൻ എന്നുള്ള പദം ഉപയോഗിച്ചത് സീസറാണ്. ഈ പദം ക്രിസ്തുവിന് ചാർത്തി കൊടുത്താൽ ജീവിക്കാൻ അവകാശമില്ല. ഇതിനെ സധൈര്യം നേരിട്ടുകൊണ്ടാണ്, നെഞ്ചു വിരിച്ചുകൊണ്ടാണ് ക്രൈസ്തവർ വിളിച്ചു പറഞ്ഞത്, യേശു രക്ഷകൻ, യേശു ഞങ്ങളുടെ കർത്താവ്, യേശു ദൈവപുത്രൻ. ലോകത്തിന്റെ സമസ്ത വിധി പ്രസ്താവങ്ങൾക്കുമെതിരെ, നിയമങ്ങൾക്കും പ്രമാണങ്ങൾക്കുമെതിരെ മരിക്കാൻ തയ്യാറായവരായി നിലകൊണ്ട ക്രൈസ്തവർ കുറച്ച് കഴിഞ്ഞപ്പോ അവരുടെ തലമുറകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായി. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, ഒരുപക്ഷെ നമ്മളും കൊച്ചു പ്രതിസന്ധികൾ വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, അല്ലേ? പിറുപിറുത്ത് പോകാറുണ്ട്. എനിക്ക് മാത്രമല്ല ഇങ്ങനെ, മറ്റവർക്ക് അങ്ങനെ അല്ലല്ലോ. താരതമ്യം ചെയ്യരുത്. അവനവനെ സഹിക്കാൻ പറ്റാത്ത പരീക്ഷ ദൈവം അനുവദിക്കുന്നില്ല. പരീക്ഷയിലൂടെ പോംവഴി ദൈവം ഉണ്ടാക്കുന്നുണ്ട്. എന്നും കൂരിൽ താഴ്വരയല്ല, കൂരിൽ താഴ്വരയിൽ നമ്മൾ കിടക്കുകയല്ല, നമ്മൾ നടക്കുകയാണ്. കൂരിൽ താഴ്വരയിൽ കൂടി പോകേണ്ടി വരുമ്പോ ഭക്തൻ പറയണം, വിശ്വാസി പറയണം, ഞാൻ ഭയപ്പെടുകയില്ല, കാരണം യു ആർ വിത്ത് മീ, നീ എന്നോട് കൂടെയുണ്ട്. ഞാൻ ഈ താഴ്വര കടക്കും, ഞാൻ മറ്റൊരു മല കയറും, ഞാൻ എന്റെ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഈ കഷ്ടത മാറും, ഈ പ്രതിസന്ധി മാറും, ഈ വേദന മാറും, ഈ പരിഹാസം മാറും, ഈ സഹനം മാറും. ക്രിസ്തുവിനെ നമ്മൾ എന്താ വായിക്കുന്നത്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ക്രിസ്തു ഒത്തിരി അവമാനമായിട്ടുണ്ട്, നമ്മളെ പോലെയൊന്നുമല്ല. തന്റെ അമ്മയായ മറിയത്തെ സമൂഹം കളിയാക്കിയെങ്കിൽ ക്രിസ്തു പറഞ്ഞു, അവിടെ കൊണ്ട് നിർത്തണ്ട. മത്തായി സുവിശേഷം എഴുതിയപ്പോ ഒരുപക്ഷെ മത്തായിയുടെ കർത്താവ് പറഞ്ഞു, എഴുതിക്കോ, താമാറിനെ പറ്റി എഴുതി കൊടുക്ക, കളിയാക്കട്ടെ. രൂത്തിനെ പറ്റി എഴുതി കൊടുക്ക, കളിയാക്കട്ടെ. പിന്നെ ആരാ? രാഹാവ്, എന്റെ വലിയമ്മച്ച, എഴുതിക്കോ. മറിയത്തെ പറഞ്ഞ് കളിയാക്കുന്നവൻ
അതിന്റെ അപ്പുറത്തെ സാധനങ്ങളുണ്ട്. കളിയാക്കിക്കോ, വേശ്യാപുത്രൻ എന്നാണോ? ഒന്നല്ല, 3-4 എണ്ണത്തെ നിരത്തി കൊടുക്കുക. അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഈ ലോകത്തിന്റെ അപമാനത്തെ, ഈ ലോകത്തിന്റെ പ്രതിസന്ധിയെ സധൈര്യം നേരിട്ടവൻ, മരണത്തെ പുൽകിയവൻ, മുറങ്ങാൻ പോകുന്ന ലാഘവത്തോടെ മരണത്തെ കണ്ടവൻ, ഈ നിങ്ങൾ എന്നെ കൊന്നാൽ ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് പറഞ്ഞവൻ, ഉയർത്തെഴുന്നേറ്റവൻ, നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ശ്രേഷ്ഠമായ പുനരുദ്ധാനമാണ്. മരണത്തെ അതിജീവിക്കുന്ന പുനരുദ്ധാനം. ഈ ലോകത്തിലെ ഒരു കൊച്ചു പ്രതിസന്ധി കണ്ടിട്ട് ക്രിസ്തുവിൽ നിന്ന് വഴിഞ്ഞു മാറാൻ ഇടയാകരുത് വിശ്വാസികളോടാണ് പറയുന്നത്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകും. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുക. അതായത് പഴയ നിയമം. ആ ലംഘനത്തിന് ശിക്ഷ കൊടുത്തു എങ്കിൽ അടുത്ത വാചകം ശ്രദ്ധിക്കണം. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത്, സുവിശേഷം പറഞ്ഞു തുടങ്ങിയത് യേശുക്രിസ്തുവ. പുതിയ നിയമം ഉടമ്പടി പറഞ്ഞു തുടങ്ങിയത് എന്താ? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തെ വിശ്വസിപ്പിൻ. യേശു പറഞ്ഞു തുടങ്ങിയ രക്ഷയുടെ സന്ദേശം. അടുത്തത്, ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും സ്ഥാപിച്ച സുവിശേഷം. അത്ഭുതങ്ങൾ കൊണ്ട്, അടയാളങ്ങൾ കൊണ്ട്, വീര്യപ്രവൃത്തികൾ കൊണ്ട് സ്ഥാപിച്ച് ഉറപ്പിക്കപ്പെട്ട സുവിശേഷം. അടുത്തത്, തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്ന ഉപദേശം. പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷിയാക്കിയ ഉപദേശം. അടുത്തത്, കേട്ടവർ ഉറപ്പിച്ചു തന്ന സുവിശേഷം. ആരായി കേട്ടവർ? അപ്പോസ്തലന്മാർ കേട്ടവർ, സഭാപിതാക്കന്മാർ കേട്ടവർ, ഉറപ്പിച്ചു തന്ന ഈ സുവിശേഷം. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോകരുത്. ജീവിച്ചൊരു സമൂഹം നമുക്ക് മുമ്പിലുണ്ട്. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകലവിധ ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇന്ന് രാത്രിയിൽ എന്റെ വാക്ക് ഞാനോട് ഉപസംഹരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരേ സന്ദേശം വിശ്വാസികളോടും അവിശ്വാസികളോടും ഒരേ സന്ദേശം ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നൽകുന്നു. അപകടം അവിശ്വാസമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപം ദൈവത്തെ വിശ്വസിക്കാതിരിക്കുന്നതാണ് പാപം. മറ്റെല്ലാം അതിന്റെ താഴെയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യം കഴിഞ്ഞ് താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കാതിരിക്കുന്നതാണ് ന്യായവിധി. വിശ്വസിക്കാത്തവരുടെ മേൽ ന്യായവിധി വന്നു കഴിഞ്ഞു. 100 തവണ എഴുതി തന്നിട്ടുണ്ട്. വിശ്വസിക്കുക. വിശ്വാസം എന്ന് പറയുന്ന മഹത്തരമായ മാർഗത്തിലൂടെ ആചാര അനുഷ്ഠാനങ്ങളെ വെല്ലുവിളിക്കുന്ന, സകലവിധ യാഗാദി കർമ്മങ്ങളെ വെല്ലുവിളിക്കുന്ന, ഈ ലോകത്തിന്റെ സകല പ്രമാണങ്ങളെയും വെല്ലുവിളിക്കുന്ന, ചലഞ്ച് ചെയ്യുന്ന, എല്ലാ വ്യവസ്ഥകളെയും ചലഞ്ച് ചെയ്യുന്ന വിശ്വാസ മാർഗം. വിശ്വാസത്തിലൂടെ മനുഷ്യനെ രക്ഷ നേടാൻ കഴിയുമെന്നുള്ള ദൈവത്തിന്റെ ഇടപെടലിനെ തിരസ്കരിക്കുന്നവർക്ക് രക്ഷയില്ല. രക്ഷയിലേക്ക് പ്രവേശിച്ച ദൈവഭക്തന്മാരോടും പറയുന്നത്, അവിശ്വാസം വരരുതേ, തിരിഞ്ഞു പോകാൻ ഇട വരരുതേ, പ്രലോഭിപ്പിക്കപ്പെടരുതേ. ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച് ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുത്തപ്പെട്ട ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട സഭ ഈ ലോകത്തിലെ ഒരു പ്രതിസന്ധിയിലും തകർന്നു പോകരുത്, താണു പോകരുത്. നമുക്കെല്ലാം ദിവസം നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതൻ മുഖാന്തരം അരുളി ചെയ്ത ന്യായപ്രമാണത്തിൽ ശിക്ഷിക്കപ്പെട്ടവരെങ്കിൽ, ആ ന്യായപ്രമാണത്തിൽ അനുസരണക്കേട് കാണിച്ചവർ ശിക്ഷിക്കപ്പെട്ടെങ്കിൽ, പ്രിയമുള്ളവരെ, കൃപയുടെ പ്രമാണം ലഭിച്ച നമ്മൾ അതിനെ അവഗണിച്ചാൽ ശിക്ഷിക്കപ്പെടാതിരിക്കുമോ? എങ്ങനെ തെറ്റിമൊഴിയും? ഇന്ന് രാത്രിയിൽ ഒന്നുകൂടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നമ്മുടെ കരങ്ങളെ ഉയർത്തിക്കൊണ്ടെന്ന് പറയാം, കർത്താവേ, ഒരു കാരണത്താലും അങ്ങേ തിരസ്കരിക്കാൻ എനിക്കിട വരരുത്. ഒരു കാരണം കൊണ്ടും ഒരു പടി, ഒരു സ്റ്റെപ്പ് അങ്ങേ നിന്ന് പുറകിലേക്ക് പോകാൻ എനിക്കിട വരരുത്. കർത്താവേ, എന്റെ വിശ്വാസത്തിൽ നിന്ന് ഒരു ചുവട് പുറകിലേക്ക് മാറാൻ ഇടവരരുത്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുവേ. വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം കാണും. അവിശ്വാസികളായുള്ള പ്രിയമുള്ളവരെ, രാത്രി യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച്, ഇത്ര വലിയ രക്ഷയെ ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ കൊടുക്കൂ. വിശ്വസിക്കൂ. ഈ കേൾക്കപ്പെട്ട വചനം വിശ്വാസമായി നിങ്ങളിൽ പരിണമിക്കട്ടെ. ആ വിശ്വാസം സമർപ്പണത്തിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഈ സഭയിലെ പ്രിയപ്പെട്ട ദൈവദാസന്മാരോട് ചേർന്ന് അവരുടെ ഉപദേശം കേൾക്കൂ.
രക്ഷയിലേക്ക് പ്രവേശിക്കൂ, നിത്യജീവന്റെ സന്തോഷം അനുഭവിക്കൂ. ഈ ലോകത്തിൽ സമാധാനപൂർണമായ സന്തോഷകരമായ മരണത്തെ വെല്ലുവിളിക്കുന്ന സധൈര്യമുള്ള ഒരു ജീവിതം പ്രാപ്തമാക്കൂ. രാത്രി ദൈവം നമ്മേവരെയും ഈ വചനങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ അവസരങ്ങൾ ഒരുക്കി തന്ന ദൈവസഭയുടെ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു.